All are welcome to this class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതെല്ലാം തരത്തിലുള്ള സ്ട്രെസ്സുകളാണ് ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചിരുന്നു. അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. ജസ്റ്റ് ഒരു സ്ട്രെസ്സസ് ഇൻ സ്ക്രൂഡ് ഫാസ്റ്റനിങ് ഡ്യൂ ടു സ്റ്റാറ്റിക് ലോഡിംഗ്, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഇനിഷ്യൽ സ്ട്രെസ്സസ് ഡ്യൂ ടു സ്ക്രൂയിങ് അപ്പ് ഫോഴ്സസ് ആണ്. അതിൽ നമ്മൾ കണ്ടു ഇനിഷ്യൽ ലോഡ്, ടൈറ്റനിങ് ലോഡ് എന്ന് പറയുന്നത് 2840 into D ആയിരിക്കും ഫ്ലൂയിഡ് ടൈറ്റ് ജോയിന്റിൽ. അതേസമയം അല്ലാത്ത ഒരു ജോയിന്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇനിഷ്യൽ ലോഡിന് ഉള്ള ഫോർമുല 1420 into D ആണ്. where D is the diameter of the bolt in millimeter. അത് നമ്മൾ പഠിച്ചു. അതുപോലെ ഈ ഇനിഷ്യൽ ടൈറ്റനിങ് ലോഡ് കൊണ്ട് ഉണ്ടാകാവുന്ന സ്ട്രെസ്, ഏതെല്ലാം തരത്തിലുള്ള സ്ട്രെസ്സുകളാണെന്ന് നമ്മൾ കണ്ടത്. അതിലൊന്ന് ടെൻസൈൽ സ്ട്രെസ് ആയിരുന്നു. ടെൻസൈൽ സ്ട്രെസ് അതിനുള്ള ഫോർമുല സിഗ്മ ടി is equal to PI/A എന്നാണ്. PI എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ലോഡ്, അപ്ലൈ ചെയ്ത ഇനിഷ്യൽ ലോഡ് അല്ലെങ്കിൽ ടൈറ്റൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകേണ്ട ഇനിഷ്യൽ ലോഡ് എന്ന് പറയാം. അത് നമ്മൾക്ക് കിട്ടുന്ന ഈ എംപിരിക്കൽ ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടു. ഫ്ലൂയിഡ് ടൈറ്റ് ജോയിന്റ് ആണെങ്കിൽ മറ്റ് ജോയിന്റുകൾക്ക് ഈ ഫോർമുല, രണ്ടാമത്തെ ഫോർമുല നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ഇനിഷ്യൽ ലോഡ് ഡിവൈഡ് ബൈ ഏരിയ എന്നാണ്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എടുക്കുന്ന സ്ട്രെസ് ഏരിയ ഒരു ബോൾട്ടിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അത് മുറിയാനുള്ള പ്രവണത കാണിക്കുന്നത് അല്ലെങ്കിൽ ഫെയിൽ ആവാനുള്ള പ്രവണത കാണിക്കുന്നത് എന്ന് പറയുന്നത് ഏരിയ എന്ന് പറയുന്നത് കോർ ഏരിയ ആയിരിക്കും. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു വരയ്ക്കുകയാണെങ്കിൽ ഒരു ബോൾട്ടിന്റെ ഹെഡുകളാണ്, ത്രെഡുകളാണ്. ഈ ത്രെഡ് പ്രകാരം ഇതിൽ ഫെയിലർ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് നോക്കുക, അതായത് ഈ കോർ ഏരിയയിലായിരിക്കും. ഇവിടത്തെക്കാൾ കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ ഫെയിലർ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ഫെയിലിയർ വരാനുള്ള സാധ്യത ഈ ഏരിയയിലായിരിക്കും, ഇപ്പൊ വരച്ച ഈ ഏരിയയിലായിരിക്കും. അതേസമയം ഇവിടത്തെ ഈ ത്രെഡുകൾ തമ്മിലുള്ള ത്രെഡിന്റെ ക്രസ്റ്റുകൾ തമ്മിൽ വന്ന ഈ ഏരിയ, ഈ ത്രെഡിന്റെ ക്രസ്റ്റുകൾ തമ്മിലുള്ള ഈ ഏരിയ ഫെയിലിയർ വരാനുള്ള സാധ്യത കുറവാണ്. അതേസമയം ഫെയിലിയർ കൂടുതൽ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ചുമപ്പ് ലൈനിൽ കാണിച്ചിട്ടുള്ള, റെഡ് ലൈനിൽ കാണിച്ചിട്ടുള്ള ഈ ഏരിയ ആയിരിക്കും. ഇതാണ് നമ്മൾ കോർ ഏരിയ എന്ന് പറയുന്നത്. ഈ ഏരിയ നമ്മൾ കോർ ഏരിയ എന്ന് പറയും. കോർ ഏരിയയിലാണ് ഫെയിലിയർ ആവാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഇവിടെ നമ്മൾ ടെൻസൈൽ സ്ട്രെസ് കാണുന്നത് PI ഡിവൈഡ് ബൈ ഏരിയ എന്നാണ്. ഏരിയ ഈസ് ഈക്വൽ ടു π/4 DC സ്ക്വയർ എന്നാണ് കൊടുക്കുക. കോർ ഏരിയ π/4 DC സ്ക്വയർ ആയിരിക്കും. ഇവിടുത്തെ ഈ ഡയമീറ്റർ ആണ് നമ്മൾ DC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. DC, ഇതാണ് DC. ഓക്കെ, ഇനി അത് നമ്മൾ കണ്ടിരുന്നു. അടുത്തത് പിന്നീട് നമ്മൾ കണ്ടത് ടോർഷണൽ ഷിയർ സ്ട്രെസ് ഉണ്ടാകാം. കാരണം ടൈറ്റൻ ചെയ്യുന്ന സമയത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ആ സമയത്ത് ലോഡും ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു ടോർഷണൽ ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നതായിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഫോർമുല ടോ ഈസ് ഈക്വൽ ടു 16TI ഡിവൈഡ് ബൈ π/DC ക്യൂബ് ആണ്. DC എന്ന് ഉദ്ദേശിക്കുന്നത് ഡയമീറ്റർ കോർ ആണ്, π/DC³. അത് വെച്ചിട്ട് നമുക്ക് ടോർഷണൽ ഷിയർ സ്ട്രെസ് കാണാൻ പറ്റും. അതിനുശേഷം ബെയറിംഗ് ഓർ ക്രഷിംഗ് സ്ട്രെസ് നമ്മൾ കണ്ടു. ക്രഷിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ത്രെഡിന്റെ ഏത് പോർഷനിലാണ് ക്രഷ് ആവുന്നതെന്ന് പറഞ്ഞു. അതായത് ഈ തരത്തിലുള്ള ഏരിയകളിലാണ്. അതായത് കാണിക്കാം, ഇവിടെ ഇങ്ങനെയുള്ള എല്ലാ ഏരിയകളും പൊടിഞ്ഞു പോകാനുള്ള പ്രവണത കാണിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ക്രഷ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ഏരിയ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ഡയമീറ്ററിന്റെ ഉപയോഗിച്ചിട്ട് അതിന്റെ ഔട്ടർ ഏരിയ മൈനസ് ഇന്നർ ഏരിയ. ഔട്ടർ ഏരിയ π/4 D സ്ക്വയർ മൈനസ് ഇന്നർ ഏരിയ അല്ലെങ്കിൽ കോർ ഏരിയ എന്ന് പറഞ്ഞാൽ π/4 DC സ്ക്വയർ. അപ്പൊ രണ്ടിന്റെയും ഡിഫറൻസ് കിട്ടുന്നത് നമുക്ക് എപ്പോഴും ഈ ത്രെഡുകളുടെ ഏരിയ ആയിരിക്കും. ആ ഒരു ത്രെഡിന്റെ ഏരിയ ആണത്. അപ്പോൾ n നമ്പർ ഓഫ് ത്രെഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ π/4 D സ്ക്വയർ മൈനസ് DC സ്ക്വയർ ഇൻറ്റു n എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ടോട്ടൽ ഏരിയ നമുക്ക് കിട്ടും. അപ്പോൾ ടോട്ടൽ ത്രെഡ് ഏരിയ കിട്ടും. അപ്പോൾ അവിടുത്തെ ക്രഷിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PI ഡിവൈഡഡ് ബൈ π/4 into D സ്ക്വയർ മൈനസ് DC സ്ക്വയർ ഇൻറ്റു n ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ചു.
അതിനുശേഷം നമ്മൾ കണ്ടത് ഷിയർ സ്ട്രെസ് ആണ്. ഷിയർ സ്ട്രെസ് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് അവിടെ. അപ്പോൾ അത് ഷിയർ സ്ട്രെസ് കൊണ്ടുള്ള കാണുന്നത് ഇനിഷ്യൽ ലോഡ് ഡിവൈഡഡ് ബൈ പൈ ഡി സി ബി ഇൻറ്റു എൻ ആണ്. പൈ ഡി സി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പൈ ഡി സി ബി. പൈ ഡി സി എന്ന് പറയുമ്പോൾ ഇതിന്റെ സർക്കംഫറൻസ് ആണ്, ഈ കോർ ഏരിയയുടെ സർക്കംഫറൻസ് ഇൻറ്റു ബി. ബി എന്ന് പറയുമ്പോൾ വിഡ്ത്ത് ഓഫ് ദ ത്രെഡ് ആണ്. പൈ ഡി സി ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ നാട പോലെയുള്ള ഈ ഒരു ഏരിയ നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്ന ഒരു റിബൺ ടൈപ്പ് ഒരു ഏരിയ നമുക്ക് ചുറ്റുമായിട്ട് നമുക്ക് നമ്മളെ അസ്യൂം ചെയ്യാം. ഇതേപോലെ ഇതിന്റെ ചുറ്റുമായിട്ട് ഉള്ള ഈ ഏരിയ പൈ ഡി സി ഇൻറ്റു ബി, സോറി പൈ ഡി സി ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നുള്ള ഇങ്ങനെ ഇത്രയുള്ള ഏരിയ ആയിരിക്കും നമുക്ക് വരുന്നത്. ആ പൈ ഡി സി ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ പൈ ഡി സി ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ ഈ ത്രെഡിന്റെ റൂട്ടിന്റെ ഭാഗത്തുള്ള ആ ഏരിയ മൊത്തത്തിലായി നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പൈ ഡി സി ഇൻറ്റു ബി ഇൻറ്റു എൻ എന്ന് പറയുമ്പോൾ എൻ നമ്പർ ഓഫ് ത്രെഡ്സ് ഉണ്ടെങ്കിൽ അത്രയും ഏരിയ ഇവിടെ വരുന്നുണ്ട്. പൈ ഡി സി ഇൻറ്റു ബി ഇൻറ്റു എൻ എന്ന് പറയുന്ന ആ ഏരിയ കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ഫെയിലർ വരാവുന്ന ഏരിയയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ചുറ്റുമായിട്ട് ഉണ്ടാകാവുന്നത് ഈ ത്രെഡിന്റെ റൂട്ടിന്റെ ഭാഗത്ത് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് മുറിഞ്ഞു പോകുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഫെയിലിയർ ആവുന്നുവെങ്കിൽ ഉണ്ടാകാവുന്നതാണ് ഷിയർ സ്ട്രെസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പി ഐ എന്ന് പറയുമ്പോൾ ആ ലോഡാണ് നമ്മളിവിടെ വരുന്നത്. ഈ പി ഐ എന്ന് പറയുന്ന ഇനിഷ്യൽ ലോഡ് ഉണ്ട് എങ്കിൽ, ഇവിടെ ഒരു പി ഐ എന്ന് പറയുന്ന ഒരു ലോഡ് ഉണ്ട് എങ്കിൽ അത് നമ്മൾ കാണുന്നതാണ് പി ഐ എന്ന് പറയുന്ന ലോഡ്. നമുക്ക് ആ ലോഡ് ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ ലോഡ് ഡിവൈഡഡ് ബൈ പൈ ഡി സി ഇൻറ്റു ബി ഇൻറ്റു എൻ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഷിയർ ചെയ്യാനുള്ള ആ സ്ട്രെസ് എത്രയാണെന്ന് മനസ്സിലാവും. ഓക്കെ, അത് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ കണ്ടത് ബെൻഡിങ് സ്ട്രെസ് ആണ്. ബെൻഡിങ് സ്ട്രെസ് വരുന്നത് ഇതേപോലെ ഒരു ബോൾട്ട് അല്ലെങ്കിൽ നട്ടോ നമ്മൾ അതിന്റെ ടൈറ്റ് ചെയ്യുമ്പോൾ രണ്ട് പാർട്ടുകൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ തൊട്ട് അടിഭാഗത്തുള്ള ഹെഡിന്റെ അല്ലെങ്കിൽ ബോൾട്ടിന്റെ തൊട്ട് അടിഭാഗത്തുള്ള ഈ സർഫസ് ഇതിന് പാരലൽ അല്ല എങ്കിൽ, ഈ നട്ടിന്റെ അല്ലെങ്കിൽ ബോൾട്ടിന്റെ അടിഭാഗത്തിന് പാരലൽ അല്ല എങ്കിൽ ഒരു ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതിന്റെ ഫോർമുല നമ്മൾ കണ്ടു, AE ഡിവൈഡഡ് ബൈ 2L നമ്മൾ കണ്ടു. ബെൻഡിങ് സ്ട്രെസ് ഈക്വൽ ടു AE ഡിവൈഡഡ് ബൈ 2L ആണ്. A എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ extreme corners of the nut ആണ്. L is the length of the shank of the bolt in millimeter. അതായിരിക്കും. E എന്ന് പറഞ്ഞാൽ modulus of elasticity of bolt material in megapascal. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബെൻഡിങ് സ്ട്രെസ് കിട്ടും. അത് നമ്മൾ കണ്ടു. അപ്പോൾ ഇനി അടുത്ത നമ്മൾ ചെയ്യാവുന്നത് അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ പ്രോബ്ലംസ് ചെയ്യാമെന്നാണ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്നാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്, two machine parts are fastened together tightly by means of a 30 mm tab bolt. If the load tending to separate them is neglected, find the stress that is set up within the bolt by the initial tightening. ഇതാണ് നമുക്ക് ഉള്ള പ്രോബ്ലം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് നോമിനൽ ഡയമീറ്റർ ബോൾട്ട് തന്നിട്ടുണ്ട്. ഡി എന്ന് പറഞ്ഞാൽ 30 mm ആണ്. ഇതൊരു ഇനിഷ്യൽ സ്ട്രെസ് ആണ്, ഇനിഷ്യൽ ലോഡിങ് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് ഇനിഷ്യൽ ടൈറ്റനിങ് കൊണ്ടുള്ള സ്ട്രെസ്സിനുള്ള ഫോർമുല എന്ന് പറയുന്നത്, ഇവിടെ നമുക്കറിയാം രണ്ട് പാർട്സുകൾ തമ്മിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്നത് ഒരു ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം, ഇനിഷ്യൽ ലോഡ് ഡിവൈഡഡ് ബൈ കോർ ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇനിഷ്യൽ ലോഡ് എങ്ങനെ കാണാമെന്ന് നോക്കാം. നമുക്ക് ഡയമീറ്റർ ബോൾട്ട് മാത്രമേ തന്നിട്ടുള്ളൂ. സോ യൂസിംഗ് ദിസ് എംപിരിക്കൽ ഫോർമുല PI is equal to 2840 into D, we can find the initial tightening load. We get 85,200 Newton. That is 840 into 30. മില്ലിമീറ്ററിലാണ് എപ്പോഴും ഡയമീറ്റർ കൊടുക്കുന്നത്, ശ്രദ്ധിക്കുക, പ്രത്യേകം ഓർത്തിരിക്കുക. സോ 85,200 ന്യൂട്ടൺ നമുക്ക് ഇനിഷ്യൽ ടൈറ്റനിങ് ലോഡ് കിട്ടി. ഇനി കോർ ഡയമീറ്റർ നമുക്കറിയാം. കോർ ഡയമീറ്റർ കാണാനുള്ള ഒരു എംപിരിക്കൽ ഫോർമുലയുണ്ട്. കോർ ഡയമീറ്റർ DC ഈക്വൽ ടു 0.84 into D ആണ്. ഇതൊരു എംപിരിക്കൽ ഫോർമുല എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. 0.84 into 30 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോർ ഡയമീറ്റർ D കിട്ടും, അല്ല DC കിട്ടും. കോർ ഡയമീറ്റർ DC ഈക്വൽ ടു 0.84 into 30 ഈക്വൽ ടു 25.2 മില്ലിമീറ്റർ എന്ന് കിട്ടും. സ്ട്രെസ് ഏരിയ A is equal to π/4 DC സ്ക്വയർ. അപ്പോൾ π/4 into DC സ്ക്വയർ ആണ്. DC എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടി 0.84 into 30 ആണ്, 25.2 ആണ്. 25.2 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 498.76 മില്ലിമീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുന്നത് സ്ട്രെസ് ഏരിയ. അപ്പോൾ സെൽഫ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P ഡിവൈഡ് ബൈ ഏരിയ ആയിരിക്കും, P ഡിവൈഡ് ബൈ കോർ ഏരിയ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 170.82 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. നമുക്കറിയാം 1 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മെഗാ പാസ്കലിന് തുല്യമാണ്.
1 മെഗാപാസ്കലിന് തുല്യമാണ്. നമുക്ക് അറിയാം 1 മെഗാപാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് 10⁶ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. 10⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് അത് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ 10⁶ ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ ഒരു മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മില്ലിമീറ്റർ ആണ്. അപ്പോൾ 1000 × 1000 10⁶ താഴെ ഭാഗത്തും മുകൾ ഭാഗത്തും 10⁶ വരും. രണ്ടും കൂടി നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 10⁶ ഡിവൈഡഡ് ബൈ 10³ × 10³ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. കാരണം മീറ്റർ × മീറ്റർ ആണല്ലോ, മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഒരു മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മില്ലിമീറ്റർ ആയതുകൊണ്ട് 1000 മില്ലിമീറ്റർ ആയതുകൊണ്ട് 10³ × 10³ എന്ന് എഴുതാം. ഈ 3 × 3 6 3 + 3 6 ആയി മാറും. ഇതെല്ലാം ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുക. 1 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടും. 1 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഒരു 1 മെഗാപാസ്കലിന് തുല്യമാണ്. 1 മെഗാപാസ്കലിന് തുല്യമാണ്. ഓർത്തിരിക്കാം 1 മെഗാപാസ്കൽ. കാരണം 1 പാസ്കൽ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഓക്കെ, അപ്പോൾ സെയിൽസ് ടെൻസൈൽ സ്ട്രെസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 170.82 മെഗാപാസ്കൽ ആണ്. ഓക്കെ, ഇതാണ് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്തത്, determine the bending stress induced in a M24 bolt that must hold two flanges which have a combined thickness of 62.5 millimeter and are so placed that the gap between the extreme corners of the head is 0.2 millimeter. Take the modulus of elasticity for the bolt material as 200 gigapascal. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണേണ്ടത് ബെൻഡിങ് സ്ട്രെസ് ആണ്. ബെൻഡിങ് സ്ട്രെസ് കാണാൻ വേണ്ടി നമുക്ക് തന്നിട്ടുണ്ട് സൈസ് ഓഫ് ദ ബോൾട്ട് തന്നിട്ടുണ്ട്. കൂടാതെ തന്നിരിക്കുന്ന കമ്പൈൻഡ് തിക്നെസ് ഓഫ് ഫ്ലാഞ്ചസ് ആണ്. രണ്ട് ഫ്ലാഞ്ചുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സ്ക്രൂവിന്റെ അല്ലെങ്കിൽ ബോൾട്ടിന്റെ സൈസ് എന്ന് പറയുന്നതും അതിന്റെ തിക്നെസ്സിന് തുല്യമായിട്ട് കണക്കാക്കുക. അപ്പോൾ കമ്പൈൻഡ് തിക്നെസ് ഓഫ് ഫ്ലാഞ്ചസ് ഇസ് ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് ദ ബോൾട്ട് ആയിട്ട് കണക്കാക്കിയാൽ നമുക്ക് ബെൻഡിങ് സ്ട്രെസ് കാണാം. ബെൻഡിങ് സ്ട്രെസ് സിഗ്മ ബി ഇസ് ഈക്വൽ ടു A × E ഡിവൈഡ് ബൈ 2L ആണ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ distance between the extreme corners of the extreme corners ആണ്. extreme corners ന്റെ height difference ആണ്. അപ്പോൾ അവിടെ നമുക്ക് തന്നിട്ടുണ്ട് extreme corners ന്റെ ഹെഡിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.2 മില്ലിമീറ്റർ ആണ്. സോ 0.2 × 2 × 10⁵. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഇലാസ്റ്റിസിറ്റി 200 gigapascal എന്നാണ് തന്നിരിക്കുന്നത്. 200 gigapascal എന്ന് പറയുമ്പോൾ 200 × 10³ മെഗാപാസ്കൽ ആണ്. ഇറ്റ്സ് ഈക്വൽ ടു 2 × 10⁵ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ഡിവൈഡ് എന്ന് പറയുമ്പോൾ 10⁹ ആണ് വരുന്നത്. അത് നമുക്ക് റെഡ്യൂസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാം 2 × 10⁵ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എല്ലാം നമ്മൾ മില്ലിമീറ്റർ സ്ക്വയറിന്റെ ടേംസിലേക്ക് മാറ്റേണ്ടതുണ്ട്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഡയമീറ്റർ മില്ലിമീറ്ററിലാണ്. അപ്പോൾ യൂണിറ്റുകൾ തമ്മിൽ ഒരു കൺഫേം പ്രോബ്ലം ചെയ്യാൻ പാടും. അപ്പൊ അതുകൊണ്ട് 0.2 എന്ന് പറയുന്നത് ഈ ഡിഫറൻസ് ഇൻ ഹൈറ്റ് ബിറ്റ്വീൻ ദ എക്സ്ട്രീം കോർണേഴ്സ് 0.2 മില്ലിമീറ്റർ ആണ്. സ്വാഭാവികമായിട്ടും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും നമുക്ക് 2 × 10⁵ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന ഈ ഇതിൽ കൊണ്ടുവന്നതിന് ശേഷം ചെയ്യാൻ പാടുള്ളൂ. 200 gigapascal ഇട്ട് ചെയ്യാൻ പാടില്ല. സോ 2 × 10⁵ ഡിവൈഡ് ബൈ 2 × ലെങ്ത് ഓഫ് ദ ബോൾട്ട് 62.5 millimeter. അതായത് കമ്പൈൻഡ് തിക്നെസ് ഓഫ് ഫ്ലാഞ്ചസ് അതും മില്ലിമീറ്ററിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എല്ലാം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ യൂണിറ്റുകൾ ആദ്യം കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. സോ ബെൻഡിങ് സ്ട്രെസ് സിഗ്മ ബി ഇസ് ഈക്വൽ ടു 320 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ബെൻഡിങ് സ്ട്രെസ് നമുക്ക് കിട്ടി. M24 ബോട്ടിൽ വരുന്നത് 320 മെഗാപാസ്കൽ. അടുത്തത് സ്ട്രെസ്സസ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫോഴ്സസ്. നമ്മൾ നേരത്തെ കണ്ട മുഴുവൻ ഇനിഷ്യൽ ടൈറ്റനിങ് ലോഡ് കൊണ്ടുള്ള സ്ട്രെസ് ആയിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് സ്ട്രെസ്സസ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫോഴ്സസ്. പുറമേ നിന്നൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം നമുക്ക് സ്ട്രെസ് കാണേണ്ടത്, അതാണ് നമുക്ക് നോക്കാനുള്ളത്. നോക്കാം, ടെൻസൈൽ സ്ട്രെസ്. Consider a bolted joint subject to a tensile force. The maximum tensile stress induced in the bolt at weakest cross section, that is the cross section at the core diameter. ടെൻസൈൽ സ്ട്രെസ് കാണുന്നത് നമ്മൾ നോക്കുക, ഒരു ബോൾട്ട് ജോയിന്റ് സബ്ജക്ട് ചെയ്യാൻ ഒരു ടെൻസൈൽ ഫോഴ്സ് അതിൽ വരുന്നുണ്ട് എങ്കിൽ മാക്സിമം ടെൻസൈൽ സ്ട്രെസ് എപ്പോഴും ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വീക്കസ്റ്റ് സെക്ഷനിലാണ്. നേരത്തെ നമ്മൾ കണ്ടു
that is cross section at the core diameter. ഇനി external load equal to stress area into induced stress ആയിരിക്കണം. അതായത് കൊടുക്കുന്ന external load എത്രയാണോ അത് into stress area into induced stress കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ external ലോഡിന് ഈക്വൽ ആയിരിക്കണം. എന്നാലാണ് ഇത് വിസ്റ്റാൻഡ് ചെയ്യപ്പെടുന്നത്. ഈ ഫോഴ്സ് നമുക്ക് ഇത് ഈ പറയുന്ന നമ്മൾ എടുത്തിരിക്കുന്ന മെഷീൻ അത് അല്ലെങ്കിൽ ആ ഭാഗം എഞ്ചിൻ ആ ഭാഗം അത് വിസ്റ്റാൻഡ് ചെയ്യുകയുള്ളൂ. ഓക്കെ, സോ പി ഈസ് ഈക്വൽ ടു നമുക്കറിയാം എക്സ്റ്റേണൽ ലോഡ് പി ആണ് കൊടുക്കുന്നതെങ്കിൽ പി ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം π/4 ഇൻറ്റു ഡി സി സ്ക്വയർ ഇൻറ്റു സിഗ്മ ടി. π/4 ഡി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആണ് ഇവിടെ സ്ട്രെസ് ഏരിയ അല്ലെങ്കിൽ കോർ ഏരിയ ഇൻറ്റു ടെൻസൈൽ സ്ട്രെസ് സിഗ്മ ടി. ഇത് ഒരു ബോൾട്ടിൽ വരുന്നതാണെങ്കിൽ n നമ്പർ ഓഫ് ബോൾട്ട്സ് അവിടെ ടോട്ടൽ ഉണ്ട് എങ്കിൽ ടോട്ടൽ ലോഡ് ഈ n നമ്പർ ഓഫ് ബോൾട്ട്സും കൂടി വിത്ത്സ്റ്റാൻഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ n നമ്പർ ഓഫ് ബോൾട്ടിലും കൂടി വരുന്ന ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലോഡിന് ഈക്വൽ ആയിരിക്കണം. സോ പി ഈസ് ഈക്വൽ ടു π/4 ഡി സി സ്ക്വയർ സിഗ്മ ടി ഇൻറ്റു n ആയിരിക്കും. അപ്പൊ അതനുസരിച്ചാണ് എത്ര എക്സ്റ്റേണൽ ലോഡ് കൊടുക്കുമ്പോൾ എത്രത്തോളം ബോൾട്ടുകൾ നമ്മൾ അതിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെസ് വരാതെ സ്ട്രെസ് കൊണ്ട് ഫെയിലർ ആവാത്ത രീതിയിൽ എത്രത്തോളം ബോൾട്ടുകൾ കൊടുക്കേണ്ടതുണ്ട് എന്നൊക്കെ നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അടുത്തത് വരാവുന്നത് സ്ട്രെസ്സസ് ടു എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആണ്. ഇവിടെ ഷിയർ സ്ട്രെസ് ഷിയർ ലോഡ് ആക്ട്സ് അറ്റ് ദ ക്രോസ് സെക്ഷൻ കറസ്പോണ്ട്സ് ടു ദ നോമിനൽ ഡയമീറ്റർ. നോമിനൽ ഡയമീറ്ററിന്റെ ഭാഗത്താണ് ഇവിടെ ഷിയർ ലോഡ് വരുന്നത് നമ്മൾ കണക്കാക്കുന്നത്. ഇഫ് എക്സ്റ്റേണൽ ഷിയർ ലോഡ് ഇസ് ടേക്കൻ അപ്പ് ബൈ എ നമ്പർ ഓഫ് ബോൾട്ട്സ് ദെൻ പി എസ് ഈക്വൽ ടു π/4 ഡി സ്ക്വയർ ഇൻറ്റു ടോ ഇൻറ്റു n ആണ്. ഇവിടെ നമ്മൾ ഡി സി അല്ല ഉപയോഗിക്കുന്നത്, കാരണം ഇവിടെ ഷിയർ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ടുള്ള ഷിയർ ചെയ്യപ്പെടാനുള്ള സാധ്യത നമ്മൾ ബോൾട്ടിന്റെ ഭാഗത്തേക്ക് ഏരിയ കുറച്ചുകൊണ്ട് മാറ്റുന്നുണ്ട്. അതായത് ബോൾട്ടിന്റെ ഭാഗത്താണ് കൂടുതൽ കോണ്ടാക്ട് വരുന്നത്, അവിടെ മുറിയാൻ പറ്റാവുന്ന അല്ലെങ്കിൽ അവിടെ ഫെയിലിയർ വരാവുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ π/4 ഡി സ്ക്വയർ എന്ന് പറയുന്ന ഷാങ്ക് മീൻ ബോൾട്ടിന്റെ ഡയമീറ്റർ ആണ് നമ്മളിവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സ്റ്റേണൽ ഷിയർ ലോഡ് ഈസ് ടേക്കൺ അപ്പ് ബൈ നമ്പർ ഓഫ് ബോൾട്ട്സ് ദെൻ പി എസ് ഈക്വൽ ടു π/4 ഡി സ്ക്വയർ ഇൻറ്റു ടോ ഇൻറ്റു n എന്ന് പറയുന്ന ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് കണക്കാക്കാൻ പറ്റും. ഓക്കെ, the tau is the permissible shear stress for the bolt material in megapascal. Combined tensile and shear stresses. Combined stresses are induced in a bolt when the load acts at an angle to the axis of the bolt. Here, maximum principal shear stress tau max equal to half of root sigma t square plus 4 into tau square. Sigma t max equal to half of sigma t plus root sigma t square plus 4 into tau square. These stresses should not exceed the value of say for permissible stress. Okay, combined tensile and shear stress. അതായത് നേരത്തെ പറഞ്ഞിരുന്നു ഇൻക്ലൈൻഡ് ആയിട്ടാണ് ലോഡ് ആക്ട് ചെയ്യപ്പെടുന്നത് എങ്കിലൊക്കെ കമ്പൈൻഡ് സ്ട്രെസ്സും വരാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ മാക്സിമം പ്രിൻസിപ്പൽ ഷിയർ സ്ട്രെസ്സും മാക്സിമം ടെൻസൈൽ സ്ട്രെസ്സും പ്രിൻസിപ്പൽ ടെൻസൈൽ സ്ട്രെസ്സും നമുക്ക് കാണേണ്ടതുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ ഷിയർ സ്ട്രെസ്സും പ്രിൻസിപ്പൽ ടെൻസൈൽ സ്ട്രെസ്സും കാണാനുള്ള ഫോർമുല ഇതാണ്. ഇതിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, തൽക്കാലം ഇതിന്റെ ഫോർമുല മാത്രം പഠിച്ചിരിക്കുക. Tau max equal to half of root sigma t square plus 4 into tau square. Sigma t max equal to half of sigma t plus root sigma t square plus 4 into tau square ആയിരിക്കും. ഓക്കെ, ഇന്ന് ഇത്രയും നമുക്ക് പഠിച്ചു നിർത്താം. ബാക്കി പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.